ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 79. കത്തോലിക്ക സഭയുടെ മതബോധനം 1094 ആ ഖണ്ഡിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളതിലത്തെ 2 ഭാഗങ്ങൾ ചർച്ച ചെയ്തു. പഴയ നിയമം, പുതിയ നിയമം എന്നീ 2 ഉടമ്പടികളുടെ ലയത്തിന്മേലാണ് കർത്താവിൻ്റെ പെസഹാബോധനം പണിയപ്പെട്ടിരിക്കുന്നത്. നമ്മളത് ചർച്ച ചെയ്ത് കഴിഞ്ഞു. പിന്നെ ശ്ലീഹന്മാരുടെയും സഭാപിതാക്കന്മാരുടെയും പെസഹാബോധനവും ഈ 2 തൂണുകളിലാണ്, പഴയ നിയമം പുതിയ നിയമം എന്നീ തൂണുകളിലാണ് കെട്ടി ഉയർത്തിയിരിക്കുന്നതെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇനി ആ ഖണ്ഡികയിലുള്ള മറ്റ് ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പഴയ നിയമത്തിലെ അക്ഷരങ്ങളുടെ അടിയിൽ നിഗൂഢമായി ഒളിഞ്ഞിരിക്കുന്ന മിശിഹായുടെ രഹസ്യത്തെ മറ നീക്കി വെളിച്ചത്തെ കൊണ്ടുവരുന്നത് ഈ മതബോധനമാണ്, പെസഹായുടെ ബോധനം. ഇതിനെ സൂചക ബോധനം, ടിപ്പോളജിക്കൽ അഥവാ പ്രതിരൂപാത്മക ബോധനം എന്ന് വിളിക്കുന്നു. കാരണം ആദ്യത്തെ ഉടമ്പടിയിലെ പ്രവൃത്തികൾ, വാക്കുകൾ, പ്രതീകങ്ങൾ എന്നിവ അറിയിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് ക്രിസ്തുവിൻ്റെ പുതുമ വെളിപ്പെടുത്തുന്നു. ക്രിസ്തു എന്ന ആരംഭ ബിന്ദുവിൽ നിന്ന് ആരംഭിച്ച് പുറകോട്ട് സത്യത്തിൻ്റെ ആത്മാവിൽ പുനരാഖ്യാനം ചെയ്യുമ്പോൾ ആ പ്രതീക സൂചകങ്ങൾ അനാവൃതമാകുന്നു. 2 കൊരിന്തോസ് 3:14 മുതൽ 16 വരെ. അങ്ങനെ മഹാപ്രളയവും നോഹയുടെ പേടകവും അതോടൊപ്പം മേഘവും ചെങ്കടൽ കുറുകെ കടക്കുന്നതും ജലസ്നാനത്തിലൂടെയുള്ള രക്ഷയുടെ മുൻകൂട്ടിയുള്ള പ്രതീക സൂചകമാണ്. 1 പത്രോസ് 3:21. ക്രിസ്തുവിൽ നിന്നുള്ള ആധ്യാത്മിക നന്മകളെയാണ് പാറയിൽ നിന്നുള്ള വെള്ളം പ്രതിരൂപാത്മകമായി ആവിഷ്കരിക്കുന്നത്. സ്വർഗത്തു നിന്നുള്ള യഥാർത്ഥ അപ്പമായ വിശുദ്ധ കുർബാനയെ മരുഭൂമിയിൽ വെച്ച് നൽകപ്പെട്ട മന്ന മുൻകൂറായി പ്രതീകവൽക്കരിക്കുന്നു. യോഹന്നാൻ 6:32, 1 കൊരിന്തോസ് 10:1 മുതൽ 6 വരെ. നമുക്ക് ഇംഗ്ലീഷ് കൂടി കേട്ടിട്ട് നമുക്ക് വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. ഇറ്റ് ഈസ് ഓൺ ദ ഹാർമണി ഓഫ് ദ 2 ടെസ്റ്റമെന്റ്സ് that the Paschal catechesis of the Lord is built. Gospel of Luke, chapter 24, verses 13 to 49, Dei Verbum 14 to 16, and then that of the apostles and the fathers of the church. This catechesis unveils what lay hidden under the letter of the Old Testament, the mystery of Christ. It is called typological because it reveals the newness of Christ on the basis of the figures, types, which announce him in the deeds, words, and symbols of the first covenant. By this rereading in the spirit of truth, starting from Christ, the figures are unveiled. 2 Corinthians 3:14 to 16. Thus, the flood and Noah's ark prefigured salvation by baptism. 1 Peter 3:21. As did the cloud and the crossing of the Red Sea. Water from the rock was the figure of the spiritual gifts of Christ, and manna in the desert prefigured the Eucharist, the true bread from heaven. John's Gospel, chapter 6, verse 32. 1 Corinthians, chapter 10, verses 1 to 6. നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, അയാളൊരു ടൈപ്പാണ്. ടൈപ്പ് ഒരു പ്രത്യേക മൂശയിൽ വാർത്തെടുത്ത ആള്, പ്രത്യേക മോൾഡിൽ വാർത്തെടുത്ത ആള്, ടൈപ്പ്. ആ ടൈപ്പ് എന്നുള്ള അർത്ഥം ഇവിടെ ഉണ്ട്, ടൈപ്പ്. പക്ഷേ നല്ല അർത്ഥത്തിലാണ്. അബ്രാഹം ഒരു ടൈപ്പാണ്. അയാളൊരു ടൈപ്പാണെന്ന് പറഞ്ഞാൽ അബ്രാഹം ഒരു ടൈപ്പാണ്. എന്തിൻ്റെ ടൈപ്പ്? വിശ്വാസത്താലാണ്, ന്യായപ്രമാണത്തിൻ്റെ അനുസരണത്താലല്ല രക്ഷ പ്രാപിക്കുന്നത് എന്നതിൻ്റെ ടൈപ്പ്. അങ്ങനെ രക്ഷ പ്രാപിക്കുന്നവരുടെ ടൈപ്പ്. അപ്പം അയാളൊരു ടൈപ്പാണെന്ന് പറഞ്ഞാൽ അബ്രാഹം ഒരു ടൈപ്പാണ്. ന്യായപ്രമാണം അനുസരിക്കുന്നതിലൂടെയല്ല, വിശ്വാസത്താലാണ് രക്ഷ പ്രാപിക്കുക എന്ന് വിശ്വസിക്കുന്നവരുടെ, രക്ഷിക്കപ്പെടുന്നവരുടെ ടൈപ്പാണ്. ന്യായപ്രമാണം എന്നത് അബ്രഹാമിൻ്റെ കാലത്തിന് ശേഷമാണല്ലോ. അപ്പോൾ അബ്രഹാം നീതിമൽക്കരിക്കപ്പെട്ടു എന്ന് പറയുന്നത് ന്യായപ്രമാണം, മോശയുടെ ന്യായപ്രമാണം വരുന്നതിന് മുൻപാണ്, വിശ്വാസത്താലാണ്. അങ്ങനെ വിശ്വാസത്താൽ രക്ഷ പ്രാപിക്കുന്നവരുടെ ടൈപ്പാണ് അബ്രഹാം. ഇതിനെയാണ് ഈ ടൈപ്പ്, ടിപ്പോളജിക്ക് എന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ, സൂചക ബോധനം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ടൈപ്പ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫിഗർ, ടൈപ്പ് എന്നൊക്കെ പറയും. ഇത് കത്തോലിക്ക സഭ ഉണ്ടാക്കിയ ഒരു വ്യാഖ്യാനമല്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഗലാത്യ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 6 മുതൽ
മൂന്നാമത്തെ അധ്യായം 23 മുതൽ 25 വരെ ന്യായപ്രമാണം ഒരു ടൈപ്പ് ആയിരുന്നോ എന്ന് പൗലോസ് പറയുന്നുണ്ട്. പ്രായപൂർത്തിയാകുന്നത് വരെ ശിശുക്കളുടെ സംരക്ഷണ ചുമതലയുള്ള ഒരു കസ്റ്റോഡിയന്റെ ടൈപ്പ്. കസ്റ്റോഡിയൻ, അതിന് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പൈഡഗോഗോസ് എന്നാണ്. പൈഡഗോഗോസ് എന്ന് പറഞ്ഞാൽ ശിശുപാലകൻ എന്നാണ് നമ്മൾ തർജ്ജമ ചെയ്യണേ. ശിശുപാലകൻ. പൈഡോസ് എന്ന് പറഞ്ഞാൽ ശിശു. അഗോഗോസ് എന്ന് പറഞ്ഞാൽ അല്ലേ ഇങ്ങനെ പാലിക്കുന്ന ആള്, സൂക്ഷിക്കുന്ന ആള്, നമ്മൾ ഗാർഡിയൻ എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ നേതാവ് എന്നും ആ വാക്കിന് അർത്ഥമുണ്ട്. ശിശുവിനെ നയിക്കുന്നവൻ, ശിശുവിനെ പരിപാലിക്കുന്നവൻ എന്നെല്ലാം അർത്ഥത്തിലാണ് നമ്മൾ ശിശുപാലകൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഒരു സ്വകാര്യ അധ്യാപകൻ, ശിക്ഷണം നൽകുന്നവൻ, മാർഗദർശി എന്നീ അർത്ഥങ്ങളിലൊക്കെ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ന്യായപ്രമാണം ഒരു ശിശുപാലകനായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ അങ്ങനെ ശിശുപാലകന്റെ ഒരു ടൈപ്പാണ് ന്യായപ്രമാണം എന്നാണ് പൗലോസ് അവിടെ പഠിപ്പിക്കുന്നത്. തൻ്റെ മകന് ധാർമ്മിക പരിശീലനം നൽകാൻ ഒരപ്പൻ നിയമിക്കുന്ന അടിമയെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ശിശുപാലകൻ ഒരു അടിമയാണ്. ഈ മുതലാളിക്ക് കൊച്ചിനെ നോക്കാൻ നേരമില്ല. അപ്പോൾ അവനെ ധാർമ്മികതയും മറ്റു കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനായിട്ട് ഒരു അടിമയെ ഈ ഉടമസ്ഥൻ നിയമിക്കുകയാണ്. അങ്ങനെയുള്ളവരെയാണ് ഈ പൈഡഗോഗോസ് എന്ന് പറയുന്നത്, അതായത് ശിശുപാലകൻ. പുതിയ നിയമത്തിൽ 2 പ്രാവശ്യം വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. ഗലാത്യ ലേഖനത്തിലും പിന്നെ 1 കൊരിന്തോസ് 4:15. ഗ്രേക്കോ റോമൻ ലോകത്ത് കുലീന കുടുംബത്തിൽ ശിശുക്കളെ നോക്കാനും നയിക്കാനും പരിപാലിക്കാനും അടിമകൾ നിയോഗിച്ചിരുന്നു. ആ അടിമയാണ് ഉദ്ദേശിക്കുന്നത്. സ്കൂളിലേക്കോ ഗുരുവിൻ്റെ അടുത്തേക്കോ ശിശുക്കളെ അനുഗമിച്ചിരുന്നതും നയിച്ചിരുന്നതും കുട്ടികളുടെ അനുദിന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്നതൊക്കെ, അവർക്ക് അപകടം വരാതെ നോക്കുന്നതൊക്കെ, തെറ്റ് ചെയ്ത ശിക്ഷിക്കുന്നതൊക്കെ ഈ ശിശുപാലകനാണ്. ശിശുക്കൾക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ ശിശുപാലകന് ജോലിയുള്ളൂ. മകന് പ്രായപൂർത്തിയാകുന്നതോടെ ശിശുപാലകന്റെ ജോലി തീർന്നു. ഇസ്രായേലില് മോശയുടെ ന്യായപ്രമാണത്തിന് ശിശുപാലകന്റെ ദൗത്യമാണ് ഉണ്ടായിരുന്നതെന്നാണ് പൗലോസ് പറയണേ. ദേശരാഷ്ട്രത്തിന് മാർഗനിർദ്ദേശം നൽകുക എന്ന ലക്ഷ്യമാണ് അതിലുണ്ടായിരുന്നത്. ഇസ്രായേൽ എന്ന ദേശരാഷ്ട്രത്തിന് മാർഗനിർദ്ദേശം നൽകുന്ന ശിശുപാലകന്റെ ജോലിയെ മോശയുടെ ന്യായപ്രമാണത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് താൽക്കാലികമാണ്. ന്യായപ്രമാണത്തിന്റെ അന്ത്യമായ ക്രിസ്തുവിന്റെ വരവോടെ, റോമാലേഖനം 10:4 ന്യായപ്രമാണത്തിന്റെ അന്ത്യമായ ക്രിസ്തുവിന്റെ വരവോടെ ഇസ്രായേലിന് ശിശുപാലകനായി വർത്തിച്ചിരുന്ന മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രമാകാം. അങ്ങനെ പുതിയ ഉടമ്പടിയുടെ സമ്പൂർണ്ണ പൈതൃകത്തെ ആലിംഗനം ചെയ്യാം. ഗലാത്യ ലേഖനം 4:4 മുതൽ 7 വരെ, കത്തോലിക്ക സഭയുടെ മതബോധനം 708. അപ്പൊ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ കൈവരുന്ന നീതിയോടൊപ്പമാണ് അത്തരം ഈ ശിശുപാലകന്റെ ശിക്ഷണത്തിലുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഇത് ഒരു ലാക്ഷണിക വ്യാഖ്യാനം, അലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആയിട്ടാണ് നൽകുന്നത്. മോശയുടെ ന്യായപ്രമാണം ഒരു ടൈപ്പായിരുന്നു. എന്തിന്റെ ടൈപ്പ്? ശിശുപാലകന്റെ ടൈപ്പ്. ഇത് പൗലോസിന്റെ വ്യാഖ്യാന. അപ്പം ന്യായപ്രമാണത്തിന്റെ അർത്ഥം എന്ത് എന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പൗലോസ് നൽകിയ ഈ സൂചക വ്യാഖ്യാനത്തിലൂടെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, പഴയ നിയമത്തിലെ പലതും ടൈപ്പുകളാണ്. പിന്നീട് സംഭവിക്കാനിരുന്ന യാഥാർത്ഥ്യത്തിന്റെ ചില ടൈപ്പുകൾ, അതിലേക്ക് സൂചന നൽകുന്ന പ്രതീകങ്ങൾ. അപ്പൊ അതിൽ തന്നെ അർത്ഥമില്ല. അന്നൊരർത്ഥം ഉണ്ടായിരുന്നു, പക്ഷെ അതല്ല യഥാർത്ഥ അർത്ഥം. യഥാർത്ഥ അർത്ഥം വരാനിരുന്നതാണ്. അത് തിരിച്ചറിയണമെങ്കിൽ പഴയത് സൂചകമായിരുന്നെന്നും യാഥാർത്ഥ്യം പുതിയതിലായിരുന്നുവെന്നും നമ്മൾ തിരിച്ചറിയണം. ഇത് പഠിപ്പിച്ചു തുടങ്ങിയത് തന്നെ പൗലോസ്ലീഹയാണ്. അപ്പോൾ നമ്മൾ കത്തോലിക്കർ ഉണ്ടാക്കുന്ന ഒരു പ്രബോധനമല്ല ഈ സൂചക ബോധനം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു ശിശുപാലകന്റെ ടൈപ്പ്, ശിശുപാലകൻ എന്ന് പറയുന്ന ആ ഒരു 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 നമുക്കറിയാം. ഇപ്പം നമുക്ക് ആയമാര്, ഇപ്പം നമ്മുടെ ക്രഷ്, പിന്നെ LKG UKG, ഇതൊക്കെ ശിശുപാലകരുടെ റോളുള്ളവരാ. പ്രായപൂർത്തിയായി നമ്മൾ LKG ചെന്നിരിക്കുമോ, UKG ചെന്നിരിക്കുമോ, ക്രഷിൽ ചെന്നിരിക്കുമോ? നമുക്ക് ആയമാര് വേണോ? വേണ്ട. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശിശുപാലകന്റെ റോളാണ് മോശയുടെ ന്യായപ്രമാണത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. അതിനാൽ മോശയുടെ ന്യായപ്രമാണം എന്ന് പറയുന്നത് പിന്നീട് ക്രിസ്തുവിൽ വരുന്ന രക്ഷയിലേക്ക് സൂചന നൽകുന്ന ഒരു ടൈപ്പ് മാത്രമാണ്. രക്ഷ കൃപയിലൂടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ശിശുപാലകന്റെ റോള് തീർന്നു. അപ്പൊ ഇന്ന് ന്യായപ്രമാണത്തിന് എന്താണ് അർത്ഥം? അന്ന് ഇസ്രായേൽ എന്ന ദേശരാഷ്ട്രത്തിന് കൊടുക്കുന്ന മാർഗനിർദ്ദേശമാണ് അവിടെയുള്ളത്.
അതിനകത്ത് ചില സംഗതികൾ പുതിയ നിയമത്തിലേക്ക് വന്നിട്ടുണ്ട്. 10 കൽപ്പനകൾ അത് റദ്ദാക്കപ്പെട്ടിട്ടില്ല. മറ്റ് പലതിനും അന്നത്തെ അർത്ഥം, അന്ന് ഒരർത്ഥമുണ്ടെങ്കിലും ആ അർത്ഥമല്ല ഇന്നുള്ളത്. അപ്പൊ അതിനകത്ത് അപ്പൊ പഴയ നിയമത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന അക്ഷരങ്ങളുടെ അടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന യഥാർത്ഥ അർത്ഥം എന്തെന്ന് തിരിച്ചറിയുന്നത് ഇതുപോലെയുള്ള സൂചക ബോധനത്തിലൂടെയാണ്. അതിന് തുടക്കമിട്ടത് പൗലോസ്ലീഹയാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. നമുക്ക് വേറെ ചില ഉദാഹരണങ്ങൾ പഠിച്ചിട്ട് വേണം നമുക്കിതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാനായിട്ട്. അപ്പൊ സൂചക ബോധനം എന്ന് പറഞ്ഞാൽ ടിപ്പോളജിക്കൽ വ്യാഖ്യാനം, അലിഗോറിക്കൽ വ്യാഖ്യാനം. ആ അലിഗറി എന്നുള്ള വാക്ക് തന്നെ പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പൊ ഈ സൂചക ബോധനം എന്ന് കത്തോലിക്ക സഭ കണ്ടെത്തിയ സംഗതിയല്ല, കണ്ടുപിടിച്ച സംഗതിയല്ല, പൗലോസ് ഉപയോഗിച്ച സംഗതി നമ്മൾ കണ്ടെത്തുകയാണ്. അത് നമ്മൾ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇച്ചിരി കട്ടിയാണ് ഈ സംഗതി ടിപ്പോളജി എന്ന് പറയുന്നത്. പക്ഷേ ചില ഉദാഹരണങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കണം. നിങ്ങൾ അടുത്ത ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി വെളിച്ചം കിട്ടുമെന്നുള്ള പ്രത്യാശയിൽ ഈ പഴയ നിയമത്തിലെ അക്ഷരങ്ങൾ വായിക്കാതെ അക്ഷരങ്ങൾ അടിയിൽ കിടക്കുന്ന രഹസ്യം എന്തെന്ന് തിരിച്ചറിയാൻ ഈ സൂചക ബോധനം അത് പൗലോസിലേക്ക് തുടക്കമിട്ടു. സഭാപിതാക്കന്മാർ അത് തുടർന്നു. ആ സൂചക ബോധനം നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കണം. ഇതിപ്പോൾ അത്ര വലിയ പുതുമയായിട്ട് തോന്നില്ല, കാരണം നമ്മൾ പള്ളിയിലൊക്കെ ഇത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് കൊണ്ട്. പക്ഷേ നമ്മൾ പറയുന്ന കാര്യം അപ്പാടെ വിശ്വസിക്കുന്നവരല്ല നമ്മിൽ നിന്ന് പോയിട്ടുള്ളവർ. അപ്പോൾ അവർ പോയതിപ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? പള്ളി പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടില്ലെന്നോ, അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ടാൽ തന്നെയോ അംഗീകരിക്കാൻ തയ്യാറല്ലെന്നുമാണ്. അപ്പോൾ നമ്മൾ പിന്നെയും പറയേണ്ടതുണ്ട്, നമ്മൾ ശരിയായി ഗ്രഹിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മിൽ നിന്ന് ആൾക്കാർ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. വിട്ടുപോയവർ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം ഇത് തിരുവചനമാണ്, പൗലോസ് തുടങ്ങി വെച്ചതാണ്. അതുകൊണ്ട് ഇക്കാലത്തെ കത്തോലിക്ക സഭ ഉണ്ടാക്കി ഫാബ്രിക്കേറ്റ് ചെയ്തതല്ല. അതിനാൽ തിരുവചനങ്ങൾ ആഴങ്ങളിലേക്ക് പോകാനുള്ള ഒരു തപസ് കൂടിയാണ് നമ്മുടെ ഈ തുടർച്ചയായിട്ടുള്ള ലിറ്റർജിയെക്കുറിച്ചുള്ള ക്ലാസ്. അപ്പോൾ ലിറ്റർജി പഠിക്കുമ്പോൾ ലിറ്റർജിയിൽ നമ്മൾ സൂചകങ്ങൾ ഉപയോഗിക്കണേ, പ്രതീകങ്ങൾ ഉപയോഗിക്കുകയാണ്. അത് മനസ്സിലാക്കാൻ പറ്റാതെയാണ് കൂതാശികൾ വേണ്ടെന്നും പറഞ്ഞ് കുറേ പേര് പോയിരിക്കുന്നത്. അപ്പോൾ ഈ സൂചകങ്ങൾ, ടൈപ്പുകൾ, അടയാളങ്ങൾ, പ്രതീകങ്ങൾ, ഇവയ്ക്കെല്ലാം അർത്ഥമുണ്ട്. നമ്മളൊരു ഭൗതിക ലോകത്താണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ഭൗതികമായ കാര്യങ്ങളിലൂടെയാണ് ആധ്യാത്മിക കാര്യങ്ങൾ ആവിഷ്കരിക്കപ്പെടുന്നതും കൈമാറ്റം ചെയ്യപ്പെടുന്നതും. ഇപ്പം നമ്മൾ സ്നേഹം എങ്ങനെയാണ് നിങ്ങളൊരു കുഞ്ഞിനോട് സ്നേഹം കാണിക്കണേ? ഇല്ലേ, കുഞ്ഞുങ്ങൾ എന്താ പറയണേ? എത്ര ക്ഷീണിച്ച് വന്നാലും എൻ്റെ ഡാഡി എന്നെ അടുത്തൊരു ഉമ്മൻ തരുമ്പോൾ എൻ്റെ ആ ദിവസം എത്ര മോശമാണെങ്കിലും എനിക്ക് സന്തോഷമായി. ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണ്? അപ്പൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്നെ ഒന്ന് എടുക്കും, എനിക്കൊരു മുത്തം തരും. അപ്പൻ സ്നേഹിക്കുന്നെന്ന് കൊച്ചിനറിയാം. പക്ഷെ സ്നേഹം കൈമാറ്റം ചെയ്യുന്നത് ആ ഉമ്മ കൊടുക്കുമ്പോഴാണ്, മുത്തം കൊടുക്കുമ്പോഴാണ്. നമ്മൾ ഷെയ്ക്കൻഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആലിംഗനം ചെയ്യുന്നു. അതൊക്കെ ബാഹ്യമായ പ്രവൃത്തിയാണ്. അതിനിടെ കാണാൻ പറ്റാത്ത സ്നേഹം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ലേ? ഇത് തന്നെയല്ലേ കൂതാശിയിൽ സംഭവിക്കുന്നത്. അപ്പം ഇതൊന്നും പാടില്ലെന്ന് എന്തുകൊണ്ട് പറയുന്നു? അപ്പം നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കണം. നമ്മൾ തന്നെ പഠിക്കേണ്ടതുണ്ട്, നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. സൂചകങ്ങൾ, പ്രതീകങ്ങൾ, അടയാളങ്ങൾ, കാണപ്പെടുന്ന ഭൗതികമായ അടയാളങ്ങൾ, ഇതിലൂടെയാണ് കാണപ്പെടാത്ത സ്നേഹമാണെങ്കിലും കാണപ്പെടാത്ത കൃപയാണെങ്കിലും ഒക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതിനാണ് ഞാൻ പറഞ്ഞത്, ഈ സൂചകങ്ങൾ പഠിക്കണം. നമുക്കറിയാം പഴയ നിയമത്തിൽ പല കാര്യങ്ങളും സൂചകങ്ങളാണ്. പക്ഷേ അത് അംഗീകരിക്കാത്തവരുണ്ട്. അവരോട് പറഞ്ഞു കൊടുക്കണമെന്നാണ് ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.